ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ശാസ്ത്രരംഗത്തെ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴികാട്ടിയായ ഇന്ത്യയുടെ ജനപ്രിയ രാഷ്ട്രപതിയും കോടിക്കണക്കിന് യുവാക്കളുടെ വഴികാട്ടിയുമായ മിസൈൽമാൻ ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും നിങ്ങളിൽ എത്ര പേർക്ക് കൃത്യമായി അറിയാം? ഇന്നത്തെ വീഡിയോയിൽ PSC പരീക്ഷകൾക്കും ക്വിസ് മത്സരങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന, അതുപോലെ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 50 അതിപ്രധാനമായ ചോദ്യോത്തരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഒടുവിൽ 50ാമത്തെ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം: അവുൽ പഗീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ കുടുംബപ്പേരും പിതാവിന്റെ പേരും ചേർത്താണ് ഈ വലിയ പേര് ലഭിച്ചത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. ചോദ്യം 2. അബ്ദുൽ കലാം ജനിച്ച തീയതിയും വർഷവും ഏതാണ്? ഉത്തരം: 1931 ഒക്ടോബർ 15. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഈ ദിവസമാണ് നമ്മളിപ്പോൾ ലോക വിദ്യാർത്ഥി ദിനമായി ആഘോഷിക്കുന്നത്. ചോദ്യം 3. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം? ഉത്തരം: 11ാമത്തെ രാഷ്ട്രപതി. 2002 മുതൽ 2007 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത്. ജനങ്ങളുടെ രാഷ്ട്രപതി, പീപ്പിൾസ് പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ചോദ്യം 4. അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: തമിഴ്നാട്. തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിലുള്ള തീർത്ഥാടന നഗരമായ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ചോദ്യം 5. കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്രസഭ UN എന്തായാണ് ആചരിക്കുന്നത്? ഉത്തരം: ലോക വിദ്യാർത്ഥി ദിനം, വേൾഡ് സ്റ്റുഡന്റ്സ് ഡേ. വിദ്യാർത്ഥികളോടും വിദ്യാഭ്യാസത്തോടുമുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ സ്നേഹത്തെയും ആത്മബന്ധത്തെയും ബഹുമാനിച്ചാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ലോക വിദ്യാർത്ഥി ദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യം 6. അബ്ദുൽ കലാമിന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച വർഷം ഏത്? ഉത്തരം: 1997. ശാസ്ത്രഗവേഷണ രംഗത്തും പ്രതിരോധ സാങ്കേതികവിദ്യാ വികസനത്തിലും അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചത്. ചോദ്യം 7. കലാമിന്റെ വിഖ്യാതമായ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം: അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ശാസ്ത്രരംഗത്തെ വിജയങ്ങൾ വരെയുള്ള ജീവിതയാത്ര പ്രതിപാദിക്കുന്ന ഈ പുസ്തകം കോടിക്കണക്കിന് ആളുകൾക്കാണ് പ്രചോദനമായത്. അരുൺ തിവാരിയുമായി ചേർന്നാണ് അദ്ദേഹം ഇത് എഴുതിയത്. ചോദ്യം 8. ഇന്ത്യയിൽ അദ്ദേഹം അറിയപ്പെടുന്ന പ്രശസ്തമായ വിളിപ്പേര് എന്താണ്? ഉത്തരം: മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയുടെയും വിക്ഷേപണ വാഹനങ്ങളുടെയും വികസനത്തിന് നേതൃത്വം നൽകിയതിനാലാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത്. ചോദ്യം 9. അബ്ദുൽ കലാം ഏത് ശാസ്ത്രശാഖയിലാണ് ബിരുദം നേടിയത്? ഉത്തരം: എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഓഫ് MIT നിന്നാണ് അദ്ദേഹം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയത്. കുട്ടിക്കാലം തൊട്ടേ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ നോക്കി വിമാനം പറത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ചോദ്യം 10. അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ വികസനത്തിനായി ഏത് സ്ഥാപനത്തിലാണ് ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങിയത്? ഉത്തരം: DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. 1960 ശാസ്ത്രജ്ഞനായി DRDOയിൽ ചേർന്നുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അവിടെ അദ്ദേഹം ഒരു ചെറിയ ഹോവർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് തുടക്കമിട്ടത്. ചോദ്യം 11. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV-3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. ഐസ്രോയിൽ വെച്ച് ഇന്ത്യയുടെ ചരിത്രപ്രധാനമായ SLV-3 പദ്ധതിക്ക് നേതൃത്വം നൽകിയത് കലാമാണ്. ഇതിലൂടെ 1980 രോഹിണി ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. ചോദ്യം 12. കലാം നേതൃത്വം നൽകിയ ഇന്ത്യയുടെ പ്രധാന മിസൈൽ പദ്ധതി ഏതാണ്? ഉത്തരം: IGMDP, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഭാരതത്തിന് പ്രതിരോധ മേഖലയിൽ സ്വയംപര്യാപ്തത നൽകിയ പൃഥ്വി, അഗ്നി തുടങ്ങിയ പ്രശസ്തമായ മിസൈലുകൾ വികസിപ്പിച്ചത് ഈ പദ്ധതിയിലൂടെയാണ്. ചോദ്യം 13. 1998 ഇന്ത്യ പൊഖ്റാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് പൊഖ്റാൻ 2 നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളിൽ ഒരാൾ ആരാണ്? ഉത്തരം: ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം. രാജ്യത്തെ ആണവശക്തിയായി പ്രഖ്യാപിക്കാൻ സഹായിച്ച പൊഖ്റാൻ 2 പരീക്ഷണത്തിന്റെ ചീഫ് കോർഡിനേറ്റർ കലാമായിരുന്നു. ശാസ്ത്രജ്ഞനായ ചിദംബരത്തോടൊപ്പമാണ് അദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയത്. ചോദ്യം 14. അബ്ദുൽ കലാം എഴുതിയ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ്? ഉത്തരം: ഇഗ്നൈറ്റഡ് മൈൻഡ്സ്.
ഭാരതത്തിലെ യുവാക്കളുടെ മനസ്സിലെ ചിന്തകളെയും കഴിവുകളെയും ഉണർത്താൻ ലക്ഷ്യമിട്ടെഴുതിയ അതിമനോഹരമായ പുസ്തകമാണിത്. ചോദ്യം 15. കലാം എഴുതിയ ഇന്ത്യ 2020 എന്ന പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: ഇന്ത്യയെ 2020ഓടെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക. സാങ്കേതികവിദ്യയിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യ എങ്ങനെ മുൻനിരയിലെത്തണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ റോഡ്മാപ്പാണ് അദ്ദേഹം വൈ.എസ്. രാജനുമായി ചേർന്ന് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചത്. ചോദ്യം 16. അബ്ദുൽ കലാമിന്റെ പിതാവിന്റെ പേരെന്താണ്? ഉത്തരം: ജൈനുലാബ്ദീൻ. അദ്ദേഹം രാമേശ്വരത്ത് ഒരു വഞ്ചി ഉടമയും പ്രാദേശിക പള്ളിയിലെ ഇമാമുമായിരുന്നു. വളരെ ലളിതമായ ജീവിതരീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. ചോദ്യം 17. അബ്ദുൽ കലാമിന്റെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം: ആശിയമ്മ. കലാമിന്റെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച കാരുണ്യമയിയായ ഒരു വീട്ടമ്മയായിരുന്നു ആശിയമ്മ. ചോദ്യം 18. ചെറുപ്പകാലത്ത് തന്റെ പഠനത്തിനും കുടുംബത്തിനും പിന്തുണ നൽകാൻ കലാം ചെയ്ത ജോലി എന്തായിരുന്നു? ഉത്തരം: പത്രം വിതരണം ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പത്രങ്ങൾ വാങ്ങി അദ്ദേഹം വീടുവീടാന്തരം വിതരണം ചെയ്തിരുന്നു. ചോദ്യം 19. കലാം തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എവിടെയാണ്? ഉത്തരം: ഷ്വാർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, രാമനാഥപുരം. രാമനാഥപുരത്തുള്ള ഈ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മികച്ച അധ്യാപകരെ ലഭിക്കുന്നതും പഠനത്തോടുള്ള അഭിനിവേശം വർദ്ധിക്കുന്നതും. ചോദ്യം 20. ഏത് കോളേജിൽ നിന്നാണ് കലാം ഭൗതികശാസ്ത്രത്തിൽ ഫിസിക്സ് ബിരുദം നേടിയത്? ഉത്തരം: സെന്റ് ജോസഫ്സ് കോളേജ്, തിരുച്ചിറപ്പള്ളി. 1954-ൽ അദ്ദേഹം ഈ പ്രശസ്തമായ കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദം പൂർത്തിയാക്കി. പിന്നീടാണ് എയ്റോസ്പേസ് പഠനത്തിലേക്ക് തിരിഞ്ഞത്. ചോദ്യം 21. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുമായി കലാമിനുണ്ടായിരുന്ന ബന്ധം എന്താണ്? ഉത്തരം: സാരാഭായ് കലാമിന്റെ പ്രധാന വഴികാട്ടിയും മെന്റർ ഗുരുവുമായിരുന്നു. കലാമിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ വലിയ പദ്ധതികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് വിക്രം സാരാഭായിയായിരുന്നു. ചോദ്യം 22. ഏത് പ്രധാന അന്താരാഷ്ട്ര അതിർത്തിയിലാണ് അബ്ദുൽ കലാം സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായത്? ഉത്തരം: സിയാച്ചിൻ ഗ്ലേസിയർ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ സന്ദർശിച്ച് അവിടുത്തെ സൈനികർക്ക് ആവേശം പകരാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ചോദ്യം 23. യുദ്ധവിമാനം Su-30 MK പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം: ഡോക്ടർ APJ അബ്ദുൽ കലാം. തന്റെ കുട്ടിക്കാലത്തെ പൈലറ്റ് എന്ന സ്വപ്നം രാഷ്ട്രപതിയായ ശേഷം സുഖോയ് യുദ്ധവിമാനത്തിൽ 30 മിനിറ്റോളം പറന്നുകൊണ്ട് അദ്ദേഹം സാക്ഷാത്കരിച്ചു. ചോദ്യം 24. സമുദ്രത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന അന്തർവാഹിനിയിൽ സബ്മറീൻ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം: ഡോക്ടർ APJ അബ്ദുൽ കലാം. 2006-ൽ INS സിന്ധുരക്ഷക് എന്ന അന്തർവാഹിനിയിലാണ് അദ്ദേഹം യാത്ര നടത്തിയത്. ചോദ്യം 25. ഹൃദ്രോഗികൾക്കായി ഡോക്ടർ കലാമും സോമരാജുവും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കുറഞ്ഞ ചിലവിലുള്ള ഹൃദയ സ്റ്റെന്റിന്റെ സ്റ്റെന്റ് പേരെന്താണ്? ഉത്തരം: കലാം രാജു സ്റ്റെന്റ്. പ്രതിരോധ സാങ്കേതികവിദ്യ സാധാരണക്കാരന്റെ ആരോഗ്യരംഗത്തിന് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ നിന്നാണ് 1998-ൽ ഈ വിലകുറഞ്ഞ സ്റ്റെന്റ് അവർ നിർമ്മിച്ചത്. ചോദ്യം 26. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കലാമും സംഘവും വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞ കാലിപ്പറുകൾക്കുപയോഗിച്ച മെറ്റീരിയൽ ഏതാണ്? ഉത്തരം: കാർബൺ കോമ്പോസിറ്റ്സ്. മിസൈലുകൾക്കായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചപ്പോൾ 4 കിലോഗ്രാമുള്ള കാലിപ്പറുകളുടെ ഭാരം വെറും 400 ഗ്രാമായി കുറഞ്ഞു. ഇത് കുട്ടികൾക്ക് വലിയ അനുഗ്രഹമായി മാറി. ചോദ്യം 27. അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം: 1981. ഐസ്രോയിലെ സ്തുത്യർഹമായ ശാസ്ത്രസേവനങ്ങൾ പരിഗണിച്ചാണ് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകിയത്. ചോദ്യം 28. അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം: 1990. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉപദേശകനായിരിക്കെ മിസൈൽ വികസനത്തിൽ കാണിച്ച അസാധാരണ മികവിനാണ് രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തിയത്. ചോദ്യം 29. ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനായി കലാം മുന്നോട്ടുവെച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം: പൂര, പ്രൊവൈഡിംഗ് അർബൻ അമ്യൂണിറ്റീസ് ടു റൂറൽ ഏരിയാസ്. നഗരങ്ങളിലെ സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക വഴി ഇന്ത്യയുടെ സമഗ്ര വികസനം സാധ്യമാകും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ചോദ്യം 30. കലാമിന്റെ പ്രശസ്തമായ പുസ്തകമായ ഗൈഡിംഗ് സോൾസ് ആരുമായി ചേർന്ന് എഴുതിയതാണ്? ഉത്തരം: അരുൺ കെ തിവാരി. ആത്മീയതയും ശാസ്ത്രവും ചിന്തകളും എങ്ങനെ ഒരു മനുഷ്യനെ നയിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന പുസ്തകമാണിത്. ചോദ്യം 31. അബ്ദുൽ കലാം കുട്ടികളോട് എപ്പോഴും ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്ന പ്രധാന കാര്യം എന്താണ്? ഉത്തരം: സ്വപ്നം കാണുക. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന അദ്ദേഹത്തിന്റെ വാചകം ലോകപ്രശസ്തമാണ്.
ചോദ്യം 32. കലാം അവസാനമായി പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനം ഏതായിരുന്നു? ഉത്തരം IIM ഷില്ലോങ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഷില്ലോങ്. പഠിപ്പിക്കുക എന്ന തന്റെ ഏറ്റവും വലിയ പാഷൻ ചെയ്തുകൊണ്ടിരിക്കെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. ചോദ്യം 33. അബ്ദുൽ കലാം അന്തരിച്ച തീയതിയും വർഷവും ഏതാണ്? ഉത്തരം 2015 ജൂലൈ 27. തന്റെ 83-ാമത്തെ വയസ്സിൽ മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ചോദ്യം 34. കലാമിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം പേക്കറുമ്പ്, രാമേശ്വരം. അദ്ദേഹം ജനിച്ചുവളർന്ന മണ്ണിൽ തന്നെയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. അവിടെ ഇന്ന് അദ്ദേഹത്തിന്റെ വലിയൊരു സ്മാരകമുണ്ട്. ചോദ്യം 35. സ്വിറ്റ്സർലൻഡ് രാജ്യം തങ്ങളുടെ ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത് കലാമുമായി ബന്ധപ്പെട്ട ഏത് തീയതിയാണ്? ഉത്തരം മെയ് 26, 2005. മെയ് 26-ന് അബ്ദുൽ കലാം സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ ആ ദിവസം ദേശീയ ശാസ്ത്രദിനമായി പ്രഖ്യാപിച്ചത്. ചോദ്യം 36. കലാമിന് ആദരസൂചകമായി ഒഡീഷ തീരത്തുള്ള ഏതു ദ്വീപിനാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്? ഉത്തരം വീലർ ഐലൻഡ് ഓഫ് വീലർ ഐലൻഡ്, ഇപ്പോൾ അബ്ദുൽ കലാം ദ്വീപ്. ഇന്ത്യയുടെ മിസൈലുകൾ പരീക്ഷിക്കുന്ന പ്രധാന താവളമായ ഇവിടെ അദ്ദേഹം നിരവധി സമയം ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദ്വീപിന് അദ്ദേഹത്തിന്റെ പേര് നൽകി ആദരിച്ചു. ചോദ്യം 37. അബ്ദുൽ കലാം എത്ര സർവകലാശാലകളിൽ നിന്നാണ് ഹോണററി ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്? ഉത്തരം 40 സർവകലാശാലകളിൽ നിന്ന്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രശസ്തമായ 40ഓളം സർവകലാശാലകൾ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. ചോദ്യം 38. അബ്ദുൽ കലാം ആരംഭിച്ച ഭാരതത്തിലെ കുട്ടികൾക്കായുള്ള ഓൺലൈൻ പത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം ബില്യൺ ബീറ്റ്സ്. കുട്ടികളിൽ ക്രിയാത്മകതയും പോസിറ്റീവ് ചിന്തകളും വളർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു പത്രമായിരുന്നു ഇത്. ചോദ്യം 49. കലാമിന്റെ പ്രശസ്തമായ മിഷൻ ഇന്ത്യ എന്ന പുസ്തകം ഏത് വിഭാഗത്തെ ലക്ഷ്യം വച്ചുള്ളതാണ്? ഉത്തരം യുവാക്കളെയും വിദ്യാർത്ഥികളെയും. ഇന്ത്യയെ എങ്ങനെയൊക്കെ മികച്ചതാക്കി മാറ്റാം എന്ന് കുട്ടികൾക്ക് ലളിതമായി പറഞ്ഞുകൊടുക്കുന്ന ഒരു പുസ്തകമാണിത്. ചോദ്യം 40. അബ്ദുൽ കലാം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വഹിച്ച ഏറ്റവും ഉയർന്ന ശാസ്ത്രീയ പദവി എന്തായിരുന്നു? ഉത്തരം കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ്, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ. ക്യാബിനറ്റ് റാങ്കോടെ അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചോദ്യം 41. കലാമിന് ഭാരതരത്ന ലഭിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ ബഹുമതി പങ്കിട്ട പ്രശസ്ത കർണാടക സംഗീതജ്ഞ ആരാണ്? ഉത്തരം എസ്. സുബ്ബലക്ഷ്മി. 1997-ൽ കലാമിനൊപ്പമാണ് എസ്. സുബ്ബലക്ഷ്മിക്കും ഭാരതരത്ന ലഭിച്ചത്. ചോദ്യം 42. അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നതിനു മുൻപ് തന്നെ ഭാരതരത്ന ലഭിച്ചിട്ടുണ്ടോ? ഉത്തരം അതെ, ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന നേടിയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് കലാം. ഡോക്ടർ രാധാകൃഷ്ണൻ, ഡോക്ടർ സാക്കിർ ഹുസൈൻ എന്നിവരാണ് ആദ്യ രണ്ടുപേർ. ചോദ്യം 43. കലാമിന്റെ മരണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ എത്ര ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിത്വമായതുകൊണ്ട് 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചത്. ചോദ്യം 44. അബ്ദുൽ കലാമിന്റെ ആത്മീയ ചിന്തകളടങ്ങിയ ട്രാൻസെൻഡൻസ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം പ്രമുഖ് സ്വാമി മഹാരാജ്. സ്വാമിനാരായൺ സംസ്ഥയുടെ തലവനായ പ്രമുഖ് സ്വാമിയുമായുള്ള കലാമിന്റെ ആത്മീയ അനുഭവങ്ങളാണ് ഈ പുസ്തകം. ചോദ്യം 45. അബ്ദുൽ കലാമിന്റെ പേരിൽ ബഹിരാകാശത്ത് കണ്ടെത്തിയ ഒരു ബാക്ടീരിയയ്ക്ക് നാസ നൽകിയ പേരെന്താണ്? ഉത്തരം സോളിബാസിലസ് കലമി. നാസയിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയ പുതിയതരം ബാക്ടീരിയയ്ക്കാണ് കലാമിന്റെ ആദരസൂചകമായി ഈ പേര് നൽകിയത്. ചോദ്യം 46. അബ്ദുൽ കലാം കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന വിഷയം ഏതായിരുന്നു? ഉത്തരം ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്. അദ്ദേഹത്തിന് കണക്ക് പഠിക്കാൻ വലിയ താൽപ്പര്യമായിരുന്നു. മണിക്കൂറുകളോളം അദ്ദേഹം കണക്കുകൾ ചെയ്യാൻ സമയം ചിലവഴിച്ചിരുന്നു. ചോദ്യം 47. കലാമിന്റെ ലളിത ജീവിതത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്ന കാര്യം എന്താണ്? ഉത്തരം രാഷ്ട്രപതി ഭവനിൽ പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ കൈവശം വളരെ കുറച്ച് സ്യൂട്ട്കേസുകൾ മാത്രമാണുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഏതാനും പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒരു വീണയും മാത്രമായിരുന്നു. രാഷ്ട്രപതി ഭവനിലെ ശമ്പളം മുഴുവൻ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്തു. ചോദ്യം 48. കലാമിന് സംഗീതത്തിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം വായിച്ചിരുന്ന പരമ്പരാഗത സംഗീതോപകരണം ഏതാണ്? ഉത്തരം വീണ. ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല അദ്ദേഹം. കർണാടക സംഗീതവും വീണ വായനയും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ചോദ്യം 49. അബ്ദുൽ കലാമിന്റെ വരികളായ സോങ് ഓഫ് യൂത്ത് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്?
ഉത്തരം: രാജ്യത്തെ യുവാക്കളുടെ ശക്തിയെയും പ്രതിജ്ഞാബദ്ധതയെയും കുറിച്ച്. ഇന്ത്യയിലെ യുവാക്കൾക്ക് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാൻ പ്രചോദനം നൽകുന്ന വരികളാണിത്. ചോദ്യം 50. അബ്ദുൾ കലാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ശാസ്ത്രജ്ഞനായ രാഷ്ട്രപതി ആരാണ്? കൂട്ടുകാരെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. സുഹൃത്തുക്കളെ, അബ്ദുൾ കലാം എപ്പോഴും വിശ്വസിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇവിടുത്തെ യുവാക്കളാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് വലിയൊരു പാഠപുസ്തകമാണ്. ഈ 50 ചോദ്യങ്ങളിലൂടെ കലാമിന്റെ വലിയ ലോകത്തേക്ക് ഒരു ചെറിയ ജാലകം തുറക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.